സിരിജി, ഗോകുലം ഗോപാലന്റെ വീട്ടിലും ഓഫീസുകളിലും ഒക്കെ റെയ്ഡ് നടക്കുകയാണ്. ഇത് എമ്പുരാൻ ഇഫക്റ്റ് ആണോ? അടുത്ത റെയ്ഡ് അല്ലെങ്കിൽ അടുത്ത് NIA എത്തുന്നത് രായപ്പന്റെ വീട്ടിലേക്കായിരിക്കുമോ? ഇപ്പോൾ നമ്മൾ ആദ്യം കേട്ട വാർത്ത ഗോകുലം ഗോപാലിൻ്റെ ചെന്നൈയിലുള്ള ഓഫീസിൽ റെയ്ഡ് നടത്തിയതാണ്. പിന്നീട് അത് പതുക്കെ കേട്ടു കേരളത്തിലേക്ക് വന്നു. കോഴിക്കോട്ടുള്ള ഓഫീസിലെ വീടുകളിലൊക്കെ റെയ്ഡ് നടത്തുന്നു. സ്വാഭാവികമായും എമ്പുരാൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകും. കാരണം ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുമായിട്ട് വലിയ വിവാദങ്ങളും വലിയ പ്രശ്നങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ ഇത്രയും പൈസ മുടക്കി ഇങ്ങനെ ഒരു സിനിമ എടുക്കണമെങ്കിൽ ഈ പണത്തിൻ്റെ സോഴ്സ് എവിടെയാണ്? അപ്പോൾ അതിൻ്റെ നിർമ്മാതാക്കളിലേക്ക് എത്തും. ഏറ്റവും ഒടുവിലാണ് ഈ സിനിമയുടെ നിർമ്മാണ രംഗത്തേക്ക് ഗോകുലം ഗോപാലൻ കടന്നു വന്നത്. അദ്ദേഹം ഒരു ചിട്ടി ഫണ്ടൊക്കെ നടത്തുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിലേക്കും പെട്ടുപോയി എന്ന് പറയാവുന്ന രീതിയിൽ ഇവിടെ കൃത്യമായി നമുക്ക് മനസ്സിലാകാവുന്നത് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ഈ എമ്പുരാൻ സിനിമയുടെ സംവിധായകൻ എത്രയോ കാലമായി സംഘപരിവാറിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും ഒരു മുസ്ലിം പ്രീണന സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്നു. അത് അദ്ദേഹം പരസ്യമായി പ്രകടമാക്കുകയും ചെയ്തു. അപ്പോഴൊക്കെ തന്നെ ഈ പൃഥ്വിരാജിൻ്റെ നിലപാട് ശരിയല്ല എന്നും ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം നിലകൊള്ളുന്നതെന്നുമൊക്കെ മാധ്യമങ്ങളടക്കം പറയുകയും ചെയ്തിരുന്നു. ഇവിടെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വിധം, രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരെ നിൽക്കും വിധം ഡയലോഗുകൾ കുത്തിക്കയറ്റുന്നു, ദൃശ്യങ്ങൾ അതിനകത്തേക്ക് സന്നിവേശിപ്പിച്ച് അവതരിപ്പിക്കുന്നു. ഇതൊക്കെ തന്നെ ഒരു പ്രീ പ്ലാൻഡ് അജണ്ടയാണെന്നുള്ള കാര്യം വ്യക്തമാണ്. അതാണ് വലിയ വിവാദത്തിലേക്ക് പോയത്. മാത്രമല്ല, ഈ സംവിധായകൻ അതിനകത്ത് അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിനിട്ട പേര് തന്നെ 2 തീവ്രവാദ നേതാക്കളുടെ പേരുകൾ കൂട്ടിച്ചേർത്താണ്. അപ്പോൾ ഇതെല്ലാം ഉണ്ടായപ്പോൾ തന്നെ ഈ സിനിമയിൽ രാജ്യവിരുദ്ധമായ നിലപാടുകൾ ഉണ്ടെന്നും രാജ്യവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന ഇവർക്ക് പിന്നിൽ ചിലരുടെയൊക്കെ ബാഹ്യ പിന്തുണ രാജ്യത്തിന് പുറത്തു നിന്നും ഉണ്ടെന്ന് കരുതിയിരുന്നു. അങ്ങനെയാണ് ഈ അന്വേഷണം പൃഥ്വിരാജിലേക്കും ഇതിൻ്റെ നിർമ്മാതാക്കളിലേക്കും എത്തുമെന്ന് നമ്മൾ കരുതിയിരുന്നത്. ആദ്യഘട്ടമായി ഇപ്പോൾ ഗോകുലം ഗോപാലനിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഗോകുലം ഗോപാലൻ എത്രയോ നാളായിട്ട് ഇവിടെ സിനിമ നിർമ്മിക്കുന്ന ഒരാളാണ്. എത്രയോ നാളായി കേരളത്തിലടക്കം ചെന്നൈയിലടക്കം ബിസിനസ് നടത്തുന്ന ആളാണ്. ഇന്ന് വരെ അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലൊരു അന്വേഷണമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അന്വേഷണം? കേരളത്തിലെ ഒരു സിനിമയിൽ ഇന്ത്യയിലെ അന്വേഷണ ഏജൻസിയായ NIAയുടെ പേര് വരെ കൃത്യമായി കാണിച്ചുകൊണ്ട് അവരെ അപകീർത്തിപ്പെടുത്തുന്ന നിലപാട് സ്വീകരിച്ചു. അപ്പോൾ രാജ്യത്തെ അന്വേഷണ ഏജൻസികളെയൊക്കെ ഇങ്ങനെ അപകീർത്തിപ്പെടുത്തുമ്പോൾ എന്തിനാണ് ഇത്തരത്തിലൊരു പ്രൊപ്പഗാണ്ട ഈ പൃഥ്വിരാജ് സൃഷ്ടിച്ചതെന്ന് നമ്മൾ അറിയേണ്ടതല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ ലൈക്ക് പിന്മാറിയപ്പോഴാണ് ഈ ഗോകുലം ഗോപാലൻ ഇതിലേക്ക് വരുന്നത്. ആദ്യം തുടക്കത്തിൽ അദ്ദേഹം ഈ സിനിമയുമായി സഹകരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിന്റെ പണത്തിന്റെ വലിയ 200 കോടിക്ക് മുകളിലൊക്കെ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ അതില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം പിന്നെ അതിൽ പിന്മാറി എന്നൊക്കെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പിന്നെ മോഹൻലാലിനോടുള്ള ഒരു വല്ലാത്ത സ്നേഹമൊക്കെയാണ് അദ്ദേഹത്തെ ഇതിലേക്ക് വരുത്തിയത്. ഇതിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ട് എന്ന് അറിയാമായിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഗോകുലം ഗോപാലിനെ ഇതിലേക്ക് എടുത്ത് ചാടുമെന്നുള്ളത്. കാരണം ഇപ്പൊ പെട്ടിരിക്കുന്നത് അദ്ദേഹമാണ്. ഈ പണത്തിന്റെ സോഴ്സ് വ്യവസായ കൃത്യമായി ടാക്സ് അടയ്ക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഭയപ്പെടാനോ, ആദായ നികുതി വകുപ്പിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഭയപ്പെടാനൊന്നുമില്ല. പക്ഷേ എമ്പുരാൻ സിനിമയിൽ തലവച്ചതിന്റെ പേരിൽ മാത്രം മോഹൻലാൽ കുറെ ചീത്തവിളി കേൾക്കുന്നുണ്ട്, ഗോകുലം ഗോപാലൻ കുറെ ചീത്തവിളി കേൾക്കുന്നുണ്ട്, ഇതിൽ അഭിനയിച്ച മറ്റ് താരങ്ങൾ കുറെ ചീത്തവിളി. ഇത് പൃഥ്വിരാജിനെയും മുരളി ഗോപിയൊന്നും ഇത് വലുതായിട്ട് ബാധിക്കുന്നില്ല. കാരണം അവരുടെ രാഷ്ട്രീയം എന്താണ് എന്നുള്ളത്, അവരാരെ പ്രീണിപ്പെടുത്താനാണോ ആരെ സൂപ്പിക്കാനാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. പാൻ ഇന്ത്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സിനിമയാണ് ഇതെന്ന് പറഞ്ഞു വന്നിട്ട് ദേശവിരുദ്ധമായ കാര്യങ്ങൾ കാണിക്കുന്നു. ഇപ്പോ ഗോത്ര കലാപവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ സംഭവങ്ങളാണ് കാണിച്ചതെങ്കിൽ ഇവിടെ ആരോട് ഗോത്ര കലാപമല്ല, ഗോത്രയിൽ ഒരു തീവണ്ടി തീവെപ്പ് നടത്തുകയാണ്. അത് കലാപമല്ല. അതിനുശേഷമാണ് അതുമായി ബന്ധപ്പെട്ടാണ് ഗുജറാത്തിൽ കലാപം നടന്നത്. അപ്പൊ അത് കൃത്യമായി കത്തിച്ചത് ആരാണെന്നോ കത്തിയത് എന്തിനാണെന്നോ ഇതുവരെ വ്യക്തമായ ഒരു തീരുമാനം വന്നിട്ടില്ല. അപ്പൊ ആ ട്രെയിന് കത്തിയത് മാത്രം കാണിക്കുന്നു. ഒരു വിഭാഗത്തെ എന്നല്ല, ഹിന്ദുക്കളെ മാത്രം മോശക്കാരാക്കിക്കൊണ്ട് ഒരു മുസ്ലിം വിഭാഗത്തെ സുഖിപ്പിക്കാനായി കുറെ കാര്യങ്ങൾ ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് NIA എന്നൊക്കെ പറയുന്നത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ്. അതിനെയൊക്കെ മോശക്കാരാക്കിക്കൊണ്ട് ആരെയും പിടിച്ച് NIAക്ക് അകത്തിടാം, ആർക്കെതിരെയും NIA ശബ്ദമുയർത്തുന്നവരെയൊക്കെ NIA ജയിലിനുള്ളിലേക്ക് ആക്കുന്നു അല്ലെങ്കിൽ അഴിക്കുള്ളിലേക്ക് ആക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവർക്ക് തന്നെ ഒരു മോശം ഇമേജ് ഉണ്ടാക്കി കൊടുക്കുന്നു. ഞങ്ങൾ അങ്ങനെ അല്ല എന്ന് ഗോകുലം ഗോപാലിനെ പൃഥ്വിരാജിന് കാണിച്ചു കൊടുക്കുകയാണ് ഗോകുലം ഗോപാലിനൂടെ NIA ഈ റെയ്ഡിലൂടെ. നിങ്ങൾ പറയുന്നത് പോലെയൊന്നും അല്ല, ഞങ്ങൾക്ക് തെറ്റ് കണ്ടാൽ ഞങ്ങൾ അവിടെ ഇടപെടും, അത് കൃത്യമല്ല എങ്കിൽ അതിൽ
മുന്നോട്ട് അന്വേഷണം ഞങ്ങൾ കൊണ്ടുപോകും എന്നുള്ളത്. ഈ ഇനി പൃഥ്വിരാജിന്റെ സാമ്പത്തിക സോഴ്സ് അന്വേഷിക്കാൻ ചിലപ്പോൾ അന്വേഷണ ഏജൻസികൾ തയ്യാറാകാനുള്ള സാധ്യതയുണ്ട്. പൃഥ്വിരാജിന്റെ പണത്തിന്റെ സോഴ്സ് അന്വേഷിക്കാൻ സാധ്യതയുണ്ട്. ജോർദാനിൽ പൃഥ്വിരാജ് പട്ടുകിടന്നപ്പോൾ ആരുമായിട്ടൊക്കെയാണ് പൃഥ്വിരാജിന്റെ കമ്പനി ഉണ്ടായിരുന്നത് എന്നുള്ളത് അന്വേഷിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എമ്പുരാനെ നമ്മൾ പ്രതീക്ഷിച്ചത് എന്താണ്? എമ്പുരാനിൽ നമ്മൾ പ്രതീക്ഷിച്ചത് ഈ സ്റ്റീവൻ നെടുമ്പള്ളിയിൽ നിന്ന് എബ്രഹാം ഖുറേഷിയിലേക്കുള്ള ഒരു മാറ്റം എങ്ങനെയാണ്, അല്ലെങ്കിൽ സ്റ്റീവൻ നെടുമ്പള്ളി എബ്രഹാം ഖുറേഷി ആയത് എങ്ങനെയാണ്, ഇത് കാണാനാണ് നമ്മൾ തിയേറ്ററിലേക്ക് കടക്കുന്നത്. അവിടെ സയ്യദ് മസൂദ് എന്ന് പറയുന്ന ഒരു ആളുടെ കഥയാണ് പറഞ്ഞു വെക്കുന്നത്. അത് കാണാനാണ് കേരളത്തിലെ ജനങ്ങൾ കയറിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർക്ക് സ്റ്റീവൻ നെടുമ്പള്ളി ആരാണ് എന്നറിയണം. അതിനു വേണ്ടിയിട്ടാണ് അവരൊക്കെ അവിടെ കയറിയപ്പോൾ വെറുതെ പോയ ഗോദ്രയെ പിടിച്ചിടുന്നു, ഹനുമാന്റെ പേരുള്ള ഒരാളെ വില്ലനാക്കുന്നു, പിന്നെ ലക്ഷറി തൊയ്ബയുടെ IS ഭീകരന്മാരുടെ പേരുകളാണ് ഇതിലെ പൃഥ്വിരാജിന്റെ നാമ വരുന്നത്. അപ്പോ ഇതൊക്കെ ദേശവിരുദ്ധ കാര്യമാണ്. ഇന്ത്യ ആരുടെയും വകയല്ല, ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും, ഒരു തന്തയുടെ വകയല്ല എന്ന് പറയുന്ന പൃഥ്വിരാജ് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ പൃഥ്വിരാജിനോട് തിരിച്ചു ചോദിക്കേണ്ടി വരുന്നു. ഇന്ത്യ ഒരുത്തന്റെയും തന്തയുടെ വകയല്ല, കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ പറഞ്ഞില്ല എങ്കിൽ ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയല്ലേ നമുക്ക് മനസ്സിലാക്കാം? അങ്ങനെ തന്നെ മനസ്സിലാക്കണം. മാത്രമല്ല ഈ പൃഥ്വിരാജ് ഇപ്പോൾ ഈ രംഗത്തേക്ക് വരുമ്പോൾ ഇനി അടുത്ത ഒരു പക്ഷേ അന്വേഷണം ഈ പൃഥ്വിരാജിലേക്ക് നീളാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ഈ ഇപ്പം നമുക്കറിയാം സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ ഒരു വലിയ ക്യാമ്പയിൻ വന്നു. അതിന്റെ മുൻനിരയിൽ പൃഥ്വിരാജായിരുന്നു. അതുപോലെ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ വലിയ പീഡനം ഉണ്ടായി. അന്ന് പൃഥ്വിരാജിനെ നമ്മൾ കണ്ടില്ല. അപ്പം പൃഥ്വിരാജിന്റെ സ്നേഹം ഒരു പ്രത്യേക വിഭാഗത്തിനൊപ്പം മാത്രമാണെന്ന് ചിത്രീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് എമ്പുരാനിൽ പൃഥ്വിരാജ് എന്താണ് ഒളിച്ചു കടത്താൻ ശ്രമിച്ചത്? പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം വിവാദങ്ങളൊക്കെ അവസാനിച്ചെങ്കിലും ഈ മുരളി ഗോപിയുടെ തിരക്കഥയിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി, ആരാണ് ഈ ചേഞ്ചിനൊക്കെ ഉത്തരവാദി എന്നുള്ളത് ഇനി പൃഥ്വിരാജ് തന്നെ വെളിപ്പെടുത്തണം. അപ്പോൾ പൃഥ്വിരാജിന് വേണ്ടിയിട്ട് പിന്നീട് അമ്മ രംഗത്തേക്ക് വരുന്നു, പിന്നെ പഴയ നടിയായ ക്ഷീര രംഗത്തേക്ക് വരുന്നു, ഒരുപാട് പേര് വരുന്നു. എന്തിനാണ് ഇവരൊക്കെ വരുന്നത്? അതായത് പൃഥ്വിരാജ് പെട്ടുപോകുമെന്നൊരു തോന്നൽ. പൃഥ്വിരാജിനൊരു പാൻ ഇന്ത്യൻ താരമാകണം. അതിനുവേണ്ടി രാജമൗലിയുടെ സിനിമയിലേക്ക് വരുന്നു. അതുപോലെ തന്നെ സലാർ എന്ന് പറയുന്ന ചിത്രം. അങ്ങനെ പാൻ ഇന്ത്യൻ ലെവലിലേക്ക് ഇത് വളരാനുള്ള എല്ലാ സാധ്യതയും മുന്നിൽ കാണുന്ന സമയത്താണ് വലിയൊരു തിരിച്ചടി കിട്ടുന്നത്. അപ്പൊ സംഘപരിവാറിനെ വെറുപ്പിച്ചുകൊണ്ട് ശരിക്കും അങ്ങനെയാണ്. അപ്പൊ ഈ പറയുന്ന രാജമൗലി ആയിക്കോട്ടെ, ഈ പിന്നെ മറ്റ് സംവിധായകരായിക്കോട്ടെ, അവരൊന്നും തന്നെ ഈ പറയുന്ന പൃഥ്വിരാജിനെ ഇനി അനുകൂലിക്കാൻ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. മാത്രമല്ല പൃഥ്വിരാജിന്റെ ഭാര്യയായ സുപ്രിയ പറഞ്ഞ ഒരു പോസ്റ്റ് ഉണ്ട്, അല്ലെ, അദ്ദേഹം അവർ ഫേസ്ബുക്കിൽ പങ്കുവച്ചതാണ്. തരത്തിന് പോയി ആളറിഞ്ഞ് കളിക്കണം എന്നൊക്കെ പറയുന്ന ആരെയാണ് ഇത് അഭിസംബോധന ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇതിന്റെ തിരിച്ചടി ഏത് നിമിഷവും എവിടെ നിന്ന് വേണമെങ്കിലും കിട്ടിയേക്കാം. ഗോകുലം ഗോപാലിന്റെ മുന്നിലേക്ക് റെയ്ഡ് നടത്തി EDയോ അല്ലെങ്കിൽ ഈ പറയുന്ന സാമ്പത്തിക ഏജൻസികൾ എത്തിയിട്ടുണ്ടെങ്കിൽ നാളെ അത് പൃഥ്വിരാജിന്റെ മുന്നിലേക്ക് വരാം. അന്നേരം എമ്പുരാനോടുള്ള സിനിമയോടുള്ള വിരോധം കൊണ്ടാണ് വന്നത്, എമ്പുരാന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത്രയും പ്രവർത്തിച്ചിട്ട് ഞങ്ങളെ ഇങ്ങനെ ചെയ്തല്ലോ, ഞങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന കണ്ടോ എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചോണ്ടൊന്നും വരരുത്. കാരണം പൃഥ്വിരാജിന്റെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് അവർക്കും അന്വേഷിക്കണമെന്നേ. അവർ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടീം ഉണ്ടാവില്ലേ? ഈ പൃഥ്വിരാജിന്റെ ഭാര്യയായ സുപ്രിയ ഇതിന്റെ നിർമ്മാതാക്കളിൽ ഒരാളാണെങ്കിൽ, അല്ലെ മറ്റു ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സാമ്പത്തിക സ്രോതസ് കാണിക്കട്ടെ. അപ്പൊ അത്തരം അന്വേഷണവുമായി EDയും അതുപോലെ തന്നെ മറ്റ് സാമ്പത്തിക ഏജൻസികളും രംഗത്തേക്ക് വന്നാൽ ഈ ഗോകുലം ഗോപാലിനൊക്കെ കാണിക്കുന്ന പോലെ ഒരു ധൈര്യം കാണിക്കണം, അല്ലെ? അല്ലാതെ പൃഥ്വിരാജൻ നാളെ വന്നിച്ച് അയ്യോ എന്നെ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നു എന്ന് പറയരുത്, നിലവിളിക്കരുത്. ധൈര്യമായി അതിനെ കള്ളപ്പണങ്ങളൊന്നും ആരെയും സൂചിപ്പിക്കാൻ വാങ്ങിയിട്ടില്ലെങ്കിൽ ധൈര്യമായി അതിനെ നേരിടുക.